ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് അവൽ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഈവനിങ് സ്നാക്ക് ആയാലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 കപ്പ് വെളുത്ത അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്ത അവിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല വെളുത്ത കളറിലുണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇതല്പം തിക്കായിട്ടുള്ള അവിലാണ്, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതല്ല തിന്നായിട്ടുള്ള വെളുത്ത അവിലുണ്ടാവുമല്ലോ, അതാണെങ്കിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേറൊരു ബൗളിലോട്ട് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അത് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ആദ്യം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇനി ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിലോട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിങ്ങനെ റവയും തൈരും മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം റെഡ് ചില്ലി ഫ്ലെക്സ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കുമ്പം കാഷ്യൂ നട്ട്സ് കടിക്കാൻ കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. നല്ലതുപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ഉരുളയാക്കിയിട്ട് ഇതുപോലെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഒരു സ്റ്റീൽ തട്ടിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അങ്ങനെ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമറിലോ ഇഡലി തട്ടിലോ ഏതിൽ വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ഇഡലി തട്ടിൽ കൂടി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യുമിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഇഡലി ഉണ്ടല്ലോ, ഇഡലിയോ എന്ത് വേണമെങ്കിലും വിളിക്കാം, അവൽ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കസൂരി മെത്തി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷണലാണ്. ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയിലയോ കുറച്ച് കറിവേപ്പിലയോ ഇട്ട് കൊടുത്താലും മതി. കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരും നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് പോലെ തോന്നുന്നത്. ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്.
അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ ഒരു തക്കാളി ചട്നിയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.